എന്നിട്ട് എവിടെ നീ എന്തിനാണ് സ്ഥാപനത്തിലേക്ക് വിളിക്കുന്നത്? നിനക്ക് യൂട്യൂബിൽ പറയാൻ മറുപടി ഉണ്ടാകത്തപ്പോ നിനക്കെന്ന് എന്റെ ജോലി കളയണോ? എന്റെ ജോലി കളയണോ? ഞാൻ ഏത് പെണ്ണിന്റെ ജീവിതമാണ് നശിപ്പിച്ചത്? അത് നീ പറ. പറഞ്ഞത് ഞാൻ യൂട്യൂബ് കൊണ്ടല്ല മെയിനായിട്ട് ജീവിക്കുന്നത്. എനിക്ക് ഒരു ജോലിയുണ്ട്. അപ്പൊ ആ ജോലിനെ എഫക്ട് ചെയ്ത് കഴിഞ്ഞാൽ എനിക്കത് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ അതുകൊണ്ടാണ് ഇത് റിമൂവ് ചെയ്തതെന്നാണ് ആദ്യം പറഞ്ഞു. എല്ലാവർക്കും നമസ്കാരം. ഒരു രേണുസുതിയിൽ തുടങ്ങിയ പ്രശ്നമാണ് ഇതിപ്പോ ഇടിച്ചു നിൽക്കുന്നത് ഓരോരുത്തരുടെ ജോലി പോകുന്ന ഘട്ടങ്ങളിൽ വരെ. എന്തുവാടെ മാൻഡ്രിക് കാണല്ല. അങ്ങനെ വിഷയങ്ങൾ അതിഗുരുതരമായിട്ട് മാറിയിരിക്കുന്ന സുഹൃത്തുക്കളെ. മൂപ്പൻ വീസ് കൈസ്, ഈ വിഷയം ഞാൻ ഒരു കോമഡി രൂപത്തിലാണ് കണ്ടുകൊണ്ടിരുന്നത്. ബിഗ് ബോസ് നടക്കുന്നത് പോലെ പുറത്ത് യൂട്യൂബേഴ്സും റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നവരും ഒക്കെ ആയിട്ടുള്ള ഒരു ഫൈറ്റായിട്ട് മാത്രമാണ് ഞാൻ കണ്ടിട്ടുള്ളത്. ഇതിന്റെ തുടക്കം എവിടെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രേണുസുതിയെ സപ്പോർട്ട് ചെയ്ത് മൂപ്പൻ സംസാരിച്ചതിനെ തുടർന്നിട്ടാണ് ഈ സംഭവങ്ങളെല്ലാം തുടങ്ങുന്നത്. അതായത് ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സമയത്ത് രേണുസുതിയെ അതിഭയങ്കരമായിട്ട് വിമർശിച്ചു കൊണ്ടിരുന്ന മൂപ്പൻ വ്ലോഗ് എന്ന് പറയുന്ന ശരത്തേട്ടൻ പെട്ടെന്ന് ഒരു നിമിഷം വന്നിട്ട് രേണുസുതിയെ സപ്പോർട്ട് ചെയ്യുന്നു. ബിഗ് ബോസിൽ കയറി അടുത്ത ദിവസം കണ്ട ഇത് കണ്ടപ്പം നമ്മുടെ കൈസൊക്കെ എന്ത് ചെയ്തു? കേസ് വന്നിട്ട് നൈസായിട്ട് പറയുന്നു ഇവൻ എന്തോ ഒരു ഉഡായിപ്പാണല്ലോ എന്നുള്ള രീതിയിൽ പെട്ടെന്ന് മലക്കം മറിഞ്ഞു, ഡബിൾ സ്റ്റാൻഡ് എന്നൊക്കെ ഉള്ള രീതിയിൽ കൈസ് മൂപ്പനെതിരെ ഒരു വീഡിയോ ചെയ്തു. അപ്പൊ മൂപ്പൻ അവിടെ നിന്ന് അങ്ങോട്ടൊരു വീഡിയോ ചെയ്തു, പിന്നെ കൈസ് അങ്ങോട്ടൊരു വീഡിയോ ചെയ്തു. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്തുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയിലാണ് ബഷീറുടെ കേസ് വരുന്നത്. ബഷീർക്കെതിരെ വീഡിയോ ചെയ്ത കുറെ യൂട്യൂബേഴ്സിനെതിരെ ബഷീർ കേസ് കൊടുക്കുന്നു. ബഷീർ കേസ് കൊടുത്തപ്പോ എല്ലാവരും കേസ് വാങ്ങിച്ചുകൊണ്ട് മിണ്ടാതിരുന്നു. അതിൽ 2 പേര് പോയി മാപ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിലൊന്ന് മൂപ്പൻ വ്ലോഗുമായിരുന്നു. അങ്ങനെ മൂപ്പൻ വ്ലോഗ് മാപ്പ് പറഞ്ഞപ്പോ കൈസ് വീണ്ടും മൂപ്പനിട്ട് അടിച്ച് അവൻ ഡബിൾ സ്റ്റാൻഡാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണ്. അവിടെ പോയി ബഷീറിനെ 100 കുറ്റവും പറഞ്ഞിട്ട് ഇപ്പുറത്ത് പോയി മാപ്പും പറഞ്ഞ് ഞാൻ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല, ഞാൻ ഇങ്ങനെയൊന്നും വീഡിയോ ചെയ്തിട്ടില്ല. എന്നാൽ അതെല്ലാം പൊളിച്ചടുക്കിക്കൊണ്ട് കൈസ് ഒരു വീഡിയോ ചെയ്തു. ഇങ്ങനെയൊക്കെ സംഭവങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഫൈറ്റ്. അവസാനം മൂപ്പൻ വന്ന് നിന്നത് എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ കൈസ് ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൽ വിളിക്കുകയാണ് ചെയ്യുന്നത്. ആ ഒരു പോയിന്റ് എത്തിയപ്പോഴാണ് ഞാൻ ഇതൊരു കണ്ടന്റ് ആയിട്ട് എടുക്കാമെന്ന് വിചാരിച്ചത്. അതുവരെ ഞാനിത് തൊടാതിരുന്നതാണ്. ഞാനൊരു എന്റർടൈൻമെന്റ് ആയിട്ട് കണ്ടോണ്ടിരുന്നു 2 പേരും അങ്ങോട്ടും ഇങ്ങോട്ടും അടിക്കുന്നത്. എൻ്റെ അടുത്തൊരു 3-4 പേര് വന്നിട്ട് എടേ ഇതൊന്നും നീ കാണുന്നില്ല, എടേ എപ്പോഴും രേണുസുതിയുടെ പുറകെ ആണല്ലോ എന്ന് വരെ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ അപ്പോഴും ഇതൊരു എന്റർടൈൻമെന്റ് പർപ്പസ് ഉള്ളിയായിട്ട് ഇങ്ങനെ വിട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. പെട്ടെന്ന് ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൽ കയറി മൂപ്പൻ കളിച്ചപ്പോൾ എനിക്ക് 1% പോലും അത് യോജിക്കാൻ പറ്റുന്നില്ല. അത് വളരെ വളരെ മോശമായി പോയി മൂപ്പൻസ് വ്ലോഗ് എന്ന് എനിക്ക് പറയാനുള്ളൂ. അത്രയും വളരെ മോശമായി പോയി. അതിനു മുന്നേ മൂപ്പൻ കൈസിനെ തകർക്കാൻ വേണ്ടിയിട്ട് കൈസിന്റെ പഴയ ചരിത്രങ്ങളൊക്കെ കുത്തിപ്പൊക്കി വീഡിയോ ഇട്ട് അതും എനിക്ക് പേഴ്സണലി യോജിപ്പ് തോന്നിയിട്ടില്ല. പ്രത്യേകിച്ച് ജാസ്മിൻ അസ്ലാം മാർലി ആ പഴയ ലൂപ്പ്, ആ പഴയ ഇഷ്യൂ, അതിന്റെ വോയിസ് കുത്തിപ്പൊക്കി കൊണ്ടുവന്നു. പിന്നെ വേറെ ഏതോ യൂഷ്വൽ സൈക്കോയുടെ ഏതോ പഴയ കണ്ടന്റ്, അന്ന് യൂഷ്വൽ സൈക്കോ കൈസിനെ കുറ്റം പറഞ്ഞ കണ്ടന്റ് എടുത്ത് പൊക്കി അടിക്കുന്നു. പിന്നെ DJ സിബിൻ മൂപ്പൻ വ്ളോഗിന് അയച്ചു കൊടുത്ത വോയിസ് ആണെന്ന് തോന്നുന്നു കേട്ടോ. കൈസും DJ സിബിനുമായിട്ട് സംസാരിക്കുന്ന ഒരു വോയിസ് ഇട്ടിട്ട് കൈസ് പേടിച്ചു തൂറുകയാണെന്നുള്ള രീതിയിൽ അങ്ങനത്തെ ഒരു സംഭവം ഇവിടെ മൂപ്പൻ ക്രിയേറ്റ് ചെയ്ത് വിടുന്നു. ഇതെല്ലാം പഴയ സംഭവങ്ങളാണ്. എന്നാൽ ഇപ്പോഴത്തെ സംഭവങ്ങളുമായി ബന്ധപ്പെട്ട് കൈസ് മൂപ്പനെതിരെ വീഡിയോ ചെയ്തതിൽ മൂപ്പൻ അങ്ങനെ തിരിച്ചടി വലുതായിട്ട് കൊടുത്തിട്ടില്ല. പക്ഷെ പഴയ കാര്യങ്ങൾ കുത്തിപ്പൊക്കിയിട്ട് അടിച്ച് കൈസിന് തട്ടു കൊടുക്കാനാണ് മൂപ്പൻ ശ്രമിച്ചിട്ടുള്ള. അതിൽ പഴയ വോയിസുകളിൽ DJ സിബിന്റെ ഒരു വോയിസ് ഞാനൊന്ന് കൊടുക്കാം ആദ്യം. കേസ് ഞാനിപ്പോൾ എന്താ ചെയ്യാൻ പോകണമെന്ന് വെച്ചാൽ ഞാൻ നിന്റെ സ്ഥാപനത്തിലേക്ക് ഞാൻ പോലീസിനെ വിടും. ഇത് കേസ് വലിയ കേസൊന്നും ആക്കാൻ എനിക്ക് പറ്റൂല. പക്ഷെ എന്നാൽ അവിടെ ഞാൻ ഒരു 3 പ്രാവശ്യം ഞാൻ പോലീസിനെ കയറ്റി ഇറക്കും. നിനക്ക് ഇത് സോൾവ് ചെയ്യണമെങ്കിൽ നീ ആ വീഡിയോ മുതൽ അങ്ങ് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞേക്ക്. എന്നെ വെച്ച് നീ ഉണ്ടാക്കിയ കണ്ടന്റ് നീ അങ്ങ് ഡിലീറ്റ് ചെയ്തേക്ക്. എന്നാൽ ഞാൻ ഈ കേസ് ഇവിടെ വിടാം. ഇല്ലെങ്കിൽ കേസ് ഞാൻ ഇത് പോലീസ് നിയമപരമായിട്ട് ഞാൻ നേരിടും. ഒന്ന് എനിക്ക് എങ്ങനെയൊക്കെ ഡിഫമേഷൻ കൊടുക്കാൻ പറ്റും അങ്ങനെയൊക്കെ ഞാൻ ഡിഫമേഷൻ കൊടുക്കും. പിന്നെ ഞാൻ പോലീസ് നിയമപരമായിട്ട് ഞാൻ നിന്നെ ഡീൽ ചെയ്യത്തുള്ളൂ, അല്ലാതെ വേറെ ഒന്നുമില്ല. നിന്റെ അഡ്രസ്സും എൻ്റെ കയ്യിലുണ്ട്, നിന്റെ വീട്ടഡ്രസ്സ് ആയത് എൻ്റെ കയ്യിലുണ്ട്. അവിടെ ഞാൻ പോലീസിനെ കയറ്റും. മനസ്സിലായി? അപ്പം ഇത് സോൾവ് ഇപ്പൊ കേസ് വിളിച്ചില്ല, അതുപോലെ സോൾവ് വേണമെങ്കിൽ കേസ് ആ 3 വീഡിയോ അങ്ങ് ഡിലീറ്റ് ചെയ്തേക്ക് കേസ്. എന്നിട്ട് ആക്ച്വലി ടെക്നിക്കലി നിന്നെ കൊണ്ട് ഞാൻ സോറി പറയിപ്പിക്കേണ്ടതാണ്. പക്ഷെ വേണ്ട, അത് നീ ചെയ്യണ്ട. ഞാൻ 3 വീഡിയോ അങ്ങ് കളഞ്ഞേക്ക്. അത് കളയുവാണെങ്കിൽ ഞാൻ ഈ പറഞ്ഞ പരിപാടിയിൽ നിന്ന് പിന്മാറും. ഇത് DJ സിബിന്റെ സ്നേഹപൂർവ്വമുള്ള ഒരു ഭീഷണിയാണ്. അതായത് കൈസിനെ വിളിച്ചിട്ട് സിബിനെതിരെ ചെയ്തിട്ടുള്ള വീഡിയോസ് റിമൂവ് ചെയ്യുക, അല്ലെങ്കിൽ നിന്റെ സ്ഥാപനത്തിൽ ഞാൻ പോലീസിനെയും കൊണ്ടുവരും എന്നുള്ളൊരു സ്നേഹപൂർവ്വമുള്ള ഒരു ഭീഷണിയാണ് DJ സിബിൻ ഈ നടത്തിയിട്ടുള്ളത്. ഇത് കേട്ട സമയത്ത് കൈസ് ഒന്ന് പതറിയിട്ടുണ്ടായിരുന്നു, ഇല്ലെന്നൊന്നും ഞാൻ പറയുന്നില്ല. സീരിയസ്ലി ഞാനായാലും ചിലപ്പോൾ ഒരു നിമിഷം പതറും. അതിന്റെ റീസൺ വേറൊന്നും കണ്ടല്ല.
നമ്മളെയോ നമ്മുടെ വീട്ടിലോ വരുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ചിലപ്പോൾ ആര് തേങ്ങ പോട്ട് നീ എവിടെ വായി അത് എന്ത് തേങ്ങയോ ചെയ്യുന്നതെന്ന് മൈൻഡ് ചെയ്യാതിരിക്കും. പക്ഷെ നമ്മൾ ജോലി ചെയ്യുന്ന ഒരു സ്ഥാപനത്തിലോട്ട് പോലീസിനെ വിടും, അങ്ങനെ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ ഒരു നിമിഷം നമ്മൾ പതറും. അവിടെ നമ്മൾ നമ്മളെ മാത്രമല്ല നോക്കുന്നത്, ആ സ്ഥാപനത്തിന്റെ പേരും സ്ഥാപനത്തിന്റെ ആ ഒരു ക്രെഡിബിലിറ്റിയും സ്ഥാപനത്തിന്റെ ഇമേജും എല്ലാം നമ്മൾ ഒന്ന് ചിന്തിക്കും. അങ്ങനത്തെ സാഹചര്യത്തിൽ ചിലപ്പോൾ ഒരു പക്ഷേ ഇതുപോലെ വീഡിയോ റിമൂവ് ചെയ്ത് കൊടുത്തേക്കാം. അതാണ് കൈസു അവിടെ ചെയ്തിട്ടുള്ളത്. ഇതുപോലെ ഇടക്കാലത്ത് DJ സിബിൻ എന്നെയും വിളിച്ചിട്ട് ഭീഷണിപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു, നീ വീഡിയോ 1 മണിക്ക് മുന്നേ റിമൂവ് ചെയ്തില്ലെങ്കിൽ നിന്റെ വീട്ടിലും പോലീസിനെ വിടുമെന്ന്. ഞാൻ പറഞ്ഞു ഓക്കെ ആയിക്കോട്ടെ എന്നുള്ള സെറ്റപ്പിൽ ഞാനായിരുന്നു. എന്റെ വീട്ടിൽ ഇതുവരെ പോലീസും വന്നില്ല, ഞാൻ ഇതുവരെ റിമൂവും ചെയ്തില്ല. അതെന്താണ് സംഭവം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എന്റെ വീട്ടിലോട്ട് പോലീസിനെ വിട്ടു കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും കൂടി ഇവിടെ ചായയും കുടിച്ചിട്ട് സന്തോഷമായിട്ട് പിരിയും. എന്നെ പിരിച്ചു വിടാനായിട്ട് സ്ഥാപനം ഇല്ലാത്തതുകൊണ്ട്, എന്റെ സ്വന്തം സ്ഥാപനം ആയതുകൊണ്ട് എനിക്ക് പിരിഞ്ഞു പോകാനും സ്ഥലമില്ല. അതുകൊണ്ട് ജോലിയിൽ നിന്ന് പിരിച്ചു വിടുന്നുള്ള പേടിയും വേണ്ട, ഞാൻ കാരണം ഒരു സ്ഥാപനം നാണം കെടും എന്നുള്ള പേടിയും എനിക്ക് വേണ്ട. അതുകൊണ്ട് തന്നെ എന്നെ ഭീഷണിപ്പെടുത്തിയിട്ട് ആർക്കൊന്നും കിട്ടാനില്ല. ഇനി ആർക്കെങ്കിലും ഒക്കെ വന്ന് ഭീഷണിപ്പെടുത്തുന്നെങ്കിൽ സന്തോഷത്തോടെ വീട്ടിൽ വരാൻ, നമുക്ക് ഇവിടെ ചായ കുടിച്ച് കഥകളൊക്കെ പറഞ്ഞിട്ട് പിരിഞ്ഞു പോവാം. ഇത് മാത്രമേ സംഭവിക്കത്തുള്ളൂ. അതുപോലെ അന്ന് കൈസിന്റെ അടുത്ത് പെരുമാറിയതുപോലെ എന്നെയും വിളിച്ചിട്ട് ഇടക്കാലത്ത് സിബിൻ സംസാരിച്ചിട്ടുണ്ടായിരുന്നു ഞാനൊരു കോണ്ടന്റ് ചെയ്ത സമയത്ത്. അതുകൊണ്ടാണ് ഞാനത് പറഞ്ഞത്. അതിപ്പോൾ ആരായാലും ഞാൻ മാന്യമായിട്ട് സംസാരിക്കും. എന്നെ ഫോൺ വിളിച്ച് സംസാരിച്ചു കഴിഞ്ഞാൽ, എന്നെ തെറി വിളിച്ചു കഴിഞ്ഞാൽ ഞാനും തിരിച്ച് തെറി വിളിക്കും. ഒരു ഗിവ് ആൻഡ് ടേക്ക് പോളിസിയിലാണ് നമ്മൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ കാര്യങ്ങളൊക്കെ എല്ലാവർക്കും മനസ്സിലായ കാണുമല്ലോ. അതുകൊണ്ട് കൈസ് ജോലി ചെയ്ത സ്ഥാപനത്തിൽ വിളിച്ചു പറഞ്ഞപ്പോൾ ഓഫ് കോഴ്സ് അവൻ കാരണം ആ സ്ഥാപനത്തിന് ചീത്തപ്പേര് വരണ്ട എന്നുള്ളൊരു മൈൻഡ് സെറ്റിൽ അവൻ അത് റിമൂവ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ബാക്കി കേട്ടോക്കാം. നീ എന്നെ ഓൺലൈനിൽ ഉപദ്രവിക്കുകയാണെങ്കിൽ ഞാൻ നിന്നെ ഓഫ്ലൈനിൽ ഉപദ്രവിക്കും. നിന്റെ സ്ഥാപനത്തിൽ ഇനി ഞാൻ മാത്രമല്ല പലരും വിളിക്കും. അതാണ് സിബിൻ പറഞ്ഞ പോയിന്റിലൂടെ എനിക്ക് യോജിപ്പില്ലാതെ വരുന്നത്. കാരണം ഇവനെ തകർക്കാൻ വേണ്ടിയിട്ട് പലരെയും കൊണ്ട് വിളിപ്പിക്കും, അല്ലെങ്കിൽ പലരെയും കൊണ്ട് അറ്റാക്ക് ചെയ്യും എന്നുള്ള സ്റ്റേറ്റ്മെന്റ് പറയുമ്പോൾ താൻ കാരണം ഒരു സ്ഥാപനത്തിന് ചീത്തപ്പേരുണ്ടാവണ്ട എന്നുള്ള മൈൻഡ് സെറ്റിൽ കൈസ് അത് റിമൂവ് ചെയ്ത് കൊടുത്തതായിട്ടാണ് അന്നും എൻ്റെ അടുത്ത് പറഞ്ഞത്. ആ സമയത്തും എൻ്റെ അടുത്ത് പറഞ്ഞത്. അതിപ്പോ വീഡിയോയിലൊന്നും ഇരുന്ന് പറയുന്നതല്ല. അന്ന് വീഡിയോ റിമൂവ് ചെയ്ത സമയത്ത് ഞാൻ ഇതെന്താണ് വിഷയം എന്ന് പറഞ്ഞ് കൈസിനെ വിളിച്ച് ചോദിച്ച സമയത്ത് കൈസിന്റെ അടുത്ത് പറഞ്ഞിട്ടുള്ള ഒരു കാര്യമായിരുന്നു. എനിക്ക് നല്ല ഓർമ്മയുള്ള കാര്യമാണ്. ആ സമയത്തും പറഞ്ഞേടാ ഞാൻ കാരണം സ്ഥാപനത്തിന് ചീത്തപ്പേരോ ഒന്നും വരരുത്, ആ ഒരു മൈൻഡ് സെറ്റിൽ വെച്ചിട്ടാണ് ഞാനൊന്ന് റിമൂവ് ചെയ്തതെന്ന് കൈസ് അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത്ര തന്നെയാണ്. അതെനിക്ക് വ്യക്തമായിട്ട് അറിയാവുന്ന ഒരു കാര്യം തന്നെയാണ്. എന്നാൽ ഈ ഒരു വോയിസ് വെച്ചിട്ട് മൂപ്പൻ ഇതിന് എക്സ്പ്ലനേഷൻ കൊടുത്തിട്ടുണ്ട്. നമുക്ക് കേട്ട് നോക്കാം. മൂപ്പന് നിലപാടില്ല. മൂപ്പനാണെങ്കിൽ തേടിത്തൂറി മറ്റത് മറിച്ചത്. ഞാൻ ഇന്നലെ ബഷീർ വിളിച്ചിട്ടുള്ള കാര്യം, ബഷീർ അടുത്ത് ഞാൻ അദ്ദേഹം ആ വീഡിയോക്കകത്ത് വ്യക്തമായി പറയുന്ന കാര്യം, മൂപ്പനെതിരെ ഉണ്ട് കേസ്. അതിനകത്ത് പുള്ളിക്കാരൻ പറയുന്നത് തമ്പിലുണ്ടെന്നുള്ള രീതിയിലും ഞാൻ എഴുതി വെച്ചേക്കുന്നത് മോശമായിട്ടുള്ളതെന്നും വീഡിയോക്കകത്തും അത് ഉണ്ടെന്നുള്ള രീതിയിലാണ്. പക്ഷേ പുള്ളിയെ തെറ്റിദ്ധരിക്കപ്പെട്ടത് മുൻകാലത്തുള്ള വീഡിയോ വെച്ചിട്ട് പുള്ളിയെ ചിന്തിച്ചിട്ടായിരിക്കും മേ ബി പറഞ്ഞത്. അത് സംസാരിച്ചപ്പോൾ പുള്ളിക്ക് ക്ലിയർ ആയി. അതുപോലെ തന്നെ ഞാൻ ആ വീഡിയോ തമ്പിൽ വെച്ചിട്ട് വേറെ ഒന്നും ചെയ്തിട്ടില്ല. ഫോട്ടോ വെച്ചിട്ടുണ്ടായിരുന്നു, അത് ടൈറ്റിൽ പോലും ഒന്നും വെച്ചിട്ടില്ല. വീഡിയോ കണ്ടവർക്കും അങ്ങനെ തെറ്റായ അഭിപ്രായം അവർക്ക് അവിടെ കമന്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, മൂപ്പൻ ബഷീർ വിളിച്ച് മാപ്പ് പറഞ്ഞ കേസാണ് ഇവിടെ സംസാരിക്കുന്നത്. ഞാനൊരു കാര്യം പറയട്ടെ, നിങ്ങളുടെ വീഡിയോയിൽ നിങ്ങളും അത്യാവശ്യം സംസാരിച്ചിട്ടുണ്ടായിരുന്നു, ഞാനും അത്യാവശ്യം സംസാരിച്ചിട്ടുണ്ടായിരുന്നു. എനിക്കെതിരെയും കേസുണ്ട്. ആ 3ാമത്തെ നറുക്കെടുപ്പിൽ എന്തോ വീഴുന്നതാണെന്ന് തോന്നുന്നു എന്റെ പേര്. നിങ്ങൾക്ക് പിന്നെയാണ് ചാൻസ് കിട്ടിയിട്ടുള്ളത്. എന്റെ 3ാമത്തെ നറുക്കെടുപ്പിൽ വീഴുന്നു. 1ാമത് ഷിഫീന ബീബിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. എന്നാലും ഞാൻ വീഡിയോ റിമൂവ് ചെയ്തില്ല, തമ്മിൽ റിമൂവ് ചെയ്തില്ല. എന്തായാലും കേസ് കൊടുത്ത്. പിന്നെ ഞാൻ വീഡിയോയിൽ അവരാരെ മോശമായിട്ടൊന്നും ചീത്ത വിളിക്കുകയോ ഒന്നും പറഞ്ഞിട്ടുമില്ല. എന്റെ അഭിപ്രായങ്ങൾ, എനിക്ക് തോന്നിയ കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതെനിക്ക് ശരിയാണെന്ന് തോന്നി ഞാൻ എന്റെ അഭിപ്രായവും പറഞ്ഞു. പിന്നെ എനിക്ക് തെറ്റാണെന്ന് തോന്നാലും ഞാൻ തെറ്റാണെന്നും പറയും. അങ്ങനെ കാര്യങ്ങൾ പ്രസന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. വീഡിയോയിൽ ഞാൻ ആരെയും വ്യക്തിഹത്യ ചെയ്തിട്ടില്ല, സ്ത്രീത്വത്തെ അപമാനിച്ചിട്ടില്ല. അങ്ങനെ ഉള്ളിടത്തോളം കാലം എനിക്ക് ആരെയും പേടിക്കേണ്ട കാര്യമില്ല. ഞാൻ അതുകൊണ്ട് തന്നെ ആരെയും വിളിക്കാനും പോയില്ല, ആരും എന്നെ ഇങ്ങോട്ടും വിളിച്ചില്ല, ഞാൻ അങ്ങോട്ടും പോയില്ല. മാപ്പും ഇല്ല, ഒരു കോപ്പും ഇല്ല. എന്താന്ന് വെച്ചാൽ ചെയ്യുന്നവരൊക്കെ ചെയ്യും. അല്ലാതെ ഞാൻ ഇനിയിപ്പോ എന്ത് പറയാനാ, എന്നെ തൂക്കിക്കൊല്ലാനൊന്നും പോകുന്നില്ല. ഇനിയിപ്പോ അതുവാണെങ്കിൽ സന്തോഷം. ഈ ഭൂമിയിൽ ഉള്ള കാലം മൊത്തം ജീവിച്ചിരിക്കാന്ന് പറഞ്ഞ് ഞാൻ ഒരു ആധാർ കാർഡിൽ ഒപ്പിട്ട് കൊടുത്തിട്ടില്ല. വിളിക്കുമ്പം പോവും, ഉള്ളപ്പോൾ ഇരിക്കും, ഇത്രയേ ഉള്ളൂ. എനിക്കങ്ങനെയൊന്നും ഇല്ലടേ. നമ്മള് ജീവിതമൊക്കെ ജീവിച്ച് മതി. ഒരുപാട് സ്ട്രഗിൾ ചെയ്ത്, ഒരുപാട് കഷ്ടപ്പെട്ട്, ഒരുപാട് വേദനയൊക്കെ അനുഭവിച്ച് തന്നെയാണ് ജീവിതത്തിൽ വന്നിട്ടുള്ളത്. ഇനി സത്യസന്ധമായ കാര്യങ്ങളൊക്കെ പറഞ്ഞ്, എനിക്ക് ശരിയെന്ന് തോന്നുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞ് മുന്നോട്ടങ്ങ് ജീവിക്കും. അതിന്റെ ഇടയിൽ ഇവിടെ കള്ളത്തനങ്ങളും കവടങ്ങളും ഒക്കെ കാണിക്കുന്നവരൊക്കെ വലിച്ചീരി ഒട്ടിക്കും. അത്രേ ഉള്ളൂ. എനിക്കിതിൽ വേറൊന്നുമില്ല. ഇതിൽ മൂപ്പൻ ചേട്ടൻ ബാക്കി പറഞ്ഞാട്ടെ. ഇവനെ കുറിച്ച് പല പരാതികളുണ്ട്. ഇവൻ ഇവിടെ വർക്ക് ചെയ്യുന്നു, അല്ലെങ്കിൽ ഇവനെ വിളിച്ചാൽ കിട്ടത്തില്ല, ഇവൻ കുറെ അധികം മിസ്ലീഡ് ചെയ്തിട്ട് നിങ്ങളെ കുറിച്ച് വേദനിപ്പിക്കുന്ന ഒരു കാര്യം ചെയ്തിട്ട് ഇവനെ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാൻ പറ്റത്തില്ല. മഞ്ചേരി തന്നെയാണ് ഈ പറയുന്ന ഡയഗ്നോസ്റ്റിക് സെന്റർ. ആ ഡയഗ്നോസ്റ്റിക് സെന്ററിന്റെ പേരുകളൊക്കെ വേണമെന്നുള്ള എന്റെ അടുത്തേക്ക് വന്നാൽ മതി. കൈസേ, ഇത് തന്നെ മൂപ്പൻ ചെയ്യുന്ന വളരെ മോശമായിട്ടുള്ള ഒരു കാര്യമാണ്. ഇപ്പൊ കൈസിനോട് എന്തെങ്കിലും ചെരുക്കുണ്ടെങ്കിൽ ഒന്നീ പറഞ്ഞു തീർക്കുക, അല്ലെങ്കിൽ നിങ്ങൾ തമ്മിൽ അടിച്ചു തീർക്കുക, അന്തസ്സുണ്ട്. പകരം അവൻ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് നിങ്ങൾ കാണിക്കുന്ന ശുദ്ധ പോക്കൃത്തനമെന്നേ ഞാൻ പറയത്തുള്ളൂ. കാരണം അവിടെ പോയി നിങ്ങൾ പറയുന്നത് പോലെ ആരെങ്കിലുമൊക്കെ പ്രശ്നമുണ്ടാക്കി, അല്ലെങ്കിൽ നിങ്ങൾ തന്നെ പ്രശ്നമുണ്ടാക്കി കഴിഞ്ഞാൽ അത് ബാധിക്കുന്ന കൈസിനെ മാത്രമല്ല, ആ സ്ഥാപനത്തിന്റെ ക്രെഡിബിലിറ്റിയും കൂടിയാണ്.
അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക. അങ്ങനെ വരുന്ന സമയത്ത് അവരുടെ ക്രെഡിബിലിറ്റിയെ നിലനിർത്താൻ വേണ്ടിയിട്ട് അവരെന്ത് ചെയ്യും? കൈസിന്റെ ജോലിയിൽ നിന്നും പുറത്താക്കും. അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ കാരണം ഒരുത്തന്റെ ജോലി വരെ തെറിച്ചു എന്നുള്ളൊരു കാര്യം കൂടി മനസ്സിലാക്കുക. അതിന് മാത്രം അപരാധം കൈസ് ചെയ്തിട്ടില്ല. ഇവിടെ എല്ലാവരും ചെയ്യുന്നത് പോലെ തന്നെയാണ് റിയാക്ഷൻ വീഡിയോ തന്നെയാണ് വളരെ മാന്യമായ രീതിയിലാണ് കൈസ് സംസാരിക്കുന്നത്. ഞാനൊക്കെ വീണ്ടും എടുത്തിട്ട് അലക്കാറുണ്ട്. പക്ഷെ കൈസൊക്കെ വളരെ മാന്യമായ രീതിയിലാണ് ഓരോ വീഡിയോസും ചെയ്യുന്നതായിട്ടാണ് ഞാൻ കണ്ടിട്ടുള്ളത്. അവന്റെ നിലപാടും കാര്യങ്ങളൊക്കെ പോയിന്റ് ബൈ പോയിന്റ് ആയിട്ട് അവൻ പറയും, വലിച്ചു നീട്ടത്തില്ല, ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രം പറഞ്ഞിട്ട് അവൻ പോവാറാണ് പതിവ്. എന്നാൽ ഞാനൊക്കെ ആണെങ്കിൽ അലക്കേണ്ടനൊക്കെ എടുത്തിട്ട് അലക്കും, കൊടയും എടുത്ത് വിരിക്കും, എല്ലാം ചെയ്യാറുണ്ട്. അപ്പൊ മൂപ്പൻ എന്ന് പറയുന്ന നിങ്ങൾ ചെയ്തിട്ടുള്ള ഈ ഒരു കാര്യം എനിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. അതിന്റെ റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു വ്യക്തിയോടുള്ള ദേഷ്യത്തിന് ഒരു സ്ഥാപനത്തിനെ ചൂണ്ടിക്കാണിച്ചിട്ട് അങ്ങോട്ട് പോയി കയറി കൊറാന്ന് പറയുമ്പോൾ അത് ആ സ്ഥാപനത്തിനെയും കൂടി ബാധിക്കും, അവിടെ ഉള്ള ബാക്കിയുള്ള ജീവനക്കാരെയും ബാധിക്കും. അതെല്ലാം നിങ്ങൾ ഒന്ന് ചിന്തിക്കണമായിരുന്നു. ഒന്നുമില്ലെങ്കിൽ നിങ്ങളും ഒരു സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന വ്യക്തിയാണ്. നിങ്ങളുടെ ജോലി പോകും, നിങ്ങളെ ജോലിയെ ബാധിക്കും എന്ന് പറഞ്ഞുകൊണ്ട് വീഡിയോ റിമൂവ് ചെയ്ത ചരിത്രം വരെ നിങ്ങൾക്കുണ്ട്. നമുക്ക് അതിലോട്ടും വരാം. എനിക്കിതൊക്കെ കണ്ടപ്പോൾ സത്യം പറഞ്ഞാൽ വിഷമം തോന്നി. അതുകൊണ്ടൊന്ന് പറഞ്ഞു പോവാമെന്ന് വിചാരിച്ചു. എന്നാൽ മൂപ്പൻ ഇങ്ങനെ ഒരു വീഡിയോ ഇട്ടതിനെ തുടർന്ന് കൈസ് തിരിച്ച് ഈ ഒരു വീഡിയോക്ക് റിപ്ലൈയും കൊടുത്തിട്ടുണ്ടായിരുന്നു. ഞാൻ കരഞ്ഞു കാല് പിടിച്ച് സത്യം ഇതാണ്, അതായത് സിബിന്റെ ആ വോയിസിന്റെ ആ ഒരു വീഡിയോക്ക് റിപ്ലൈ കൈസും കൊടുത്തിട്ടുണ്ടായിരുന്നു. ഒരു ഗിവ് ആൻഡ് ടേക്ക് പോളിസിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇവർ അടിച്ചുകൊണ്ടിരുന്നു. അതിന്റെ ഇടയിലാണ് അടുത്ത വീഡിയോ സംഭവിക്കുന്ന. സുഹൃത്തുക്കളെ, കൈസിന്റെ സ്ഥാപനത്തിലോട്ട് മൂപ്പൻ വിളിക്കുന്നു. അതാണ് എനിക്ക് ഒരു തരത്തിലും യോജിപ്പില്ലാതെ പോയൊരു കാര്യം. കൈസ് പറയുന്ന കേട്ടോക്കാം. അപ്പൊ നമ്മുടെ നന്മമരമായിട്ടുള്ള മൂപ്പൻ ഞാൻ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിലേക്ക് ഫോൺ വിളിച്ചിരിക്കുകയാണ് സുഹൃത്തുക്കളെ. വൈകുന്നേരം 4-4:30 സംഭവം അരങ്ങേറുന്നത്. നമുക്ക് അതിലേക്കൊക്കെ വരാം. അതിനു മുമ്പ് ഈ മൂപ്പനുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് എന്തൊക്കെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് എല്ലാവരും അറിഞ്ഞു കാണുമെന്ന് വിചാരിക്കും. അതായത് ഇവന്റെ ഇരട്ടത്താപ്പും ഫേക്ക് നന്മമരം കളിയും എക്സ്പോസ് ചെയ്തുകൊണ്ട് നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. മെയിൻ ആയിട്ട് രേണുസുതി വിഷയത്തിലുള്ളവന്റെ മലക്കം മറിച്ചിരുന്നു. അതായത് രേണുസുതി ബിഗ് ബോസിലേക്ക് കയറുന്നത് വരെ രേണുസുതിയെ എതിർത്തുകൊണ്ടിരുന്നവൻ രേണുസുതി ബിഗ് ബോസിൽ കയറിയതിനു ശേഷം രേണുസുതിയുടെ സപ്പോർട്ടറായിട്ട് മാറി. അതെന്തിനാണെന്ന് ചോദിച്ച സമയത്ത് ഇവന് മറുപടി ഇല്ല. പിന്നെ യൂട്യൂബിൽ വന്ന് നന്മമരം പ്രസംഗിക്കുന്നവൻ ഡാനി സത്യൻ എന്ന് പറഞ്ഞവന്റെ യൂട്യൂബ് ചാനൽ അടിച്ചു കളയാൻ നോക്കിയിട്ടുണ്ടായിരുന്നു. എന്തിനായിരുന്നു അതെന്ന് ചോദിച്ചപ്പോഴും ഇവന് മറുപടിയില്ല. പിന്നെ അതിനുശേഷം ബഷീറും ഭാര്യമാരും ചേർത്ത് ഇവൻ തോന്നിയവാസം പറഞ്ഞിട്ടുണ്ടായിരുന്നു. എങ്ങനെയാണ് ഒരാൾക്ക് 2 വ്യക്തികളുമായിട്ട് ബെഡ് ഷെയർ ചെയ്യാൻ പറ്റുന്നത് എന്നുള്ള രീതിയിൽ ഇവൻ ഇങ്ങനെ ഒരു തോന്നിയവാസം പറഞ്ഞതിന് പിന്നാലെ ബഷീർ ഇവനെതിരെ കേസ് കൊടുക്കുമെന്നായപ്പോൾ ഞാൻ നിങ്ങളുടെ കുടുംബത്തെ കുറിച്ച് ഒന്നും പറഞ്ഞില്ലല്ലോ എന്നും പറഞ്ഞ് അങ്ങ് മലക്കം പറഞ്ഞു. അതെന്തിനായിരുന്നു എന്ന് ചോദിച്ചപ്പോഴും ഇവന് മറുപടി കേട്ടല്ലോ. ഇതൊക്കെയാണ് ഇവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അടിക്കാനുണ്ടായ കാരണം. ഇതിനിടയിൽ നമ്മുടെ പ്രിയങ്കരനായ ഡാനി സത്യനുണ്ട്. അവന് മുന്നേ പണ്ടൊരു കാലത്ത് DJ സിബിനൊക്കെ ബിഗ് ബോസിൽ ഉണ്ടായിരുന്ന സീസൺ ടൈമില് അവന് സ്ട്രൈക്ക് മൂപ്പൻ അടിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. അന്ന് അവൻ ഭയങ്കര വിഷമവും കാര്യങ്ങളൊക്കെ അനുഭവിച്ച ഒരു ഘട്ടത്തിലൂടെയാണ് കടന്നു പോയിട്ടുള്ളത്. 3 സ്ട്രൈക്ക് എങ്ങാണ്ട് അടിച്ചു കൊടുത്തിട്ടുണ്ട്. ആ സമയത്ത് എനിക്ക് അവൻ കമ്പനിയില്ല. അതിനുശേഷമാണ് അവനുമായിട്ടൊക്കെ ഞാൻ കമ്പനി ആവുന്നത്. അങ്ങനെ ആ സ്ട്രൈക്കും കാര്യങ്ങളൊക്കെ വാങ്ങിയിരുന്ന് മോങ്ങിയ ഒരു ചരിത്രം അവനും ഉണ്ടായിരുന്നു. അവനും അവന്റെ ചാനലിൽ വീഡിയോ ഇട്ടിട്ടുണ്ട്, ലേറ്റസ്റ്റ് ആയിട്ട് തന്നെ മൂപ്പനെതിരെയൊക്കെ. അതുകൊണ്ട് പേഴ്സണലി സ്ട്രൈക്ക് കൊടുക്കുന്ന ഒരു കാര്യം തന്നെ എനിക്ക് 1% യോജിപ്പില്ലാത്തൊരു കേസാണ്. ഞാൻ ഒരിക്കലും അത് സപ്പോർട്ട് ചെയ്യത്തില്ല. അത് എന്റെ ഒരു നിലപാടാണ്. എന്റെ ചാനലിൽ നിന്നും ഇന്നേ വരെ ഒരു വ്യക്തിക്കും ഒരു സ്ട്രൈക്കും ഇതുവരെ പോയിട്ടും ഇല്ല. അത് മറ്റൊരു സത്യം. കൈസ് ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൽ മൂപ്പൻ വിളിച്ച് സംസാരിച്ച ആ വോയിസ് നമുക്കൊന്ന് കേട്ടു നോക്കാം. നമ്മുടെ നിങ്ങളുടെ ഈ സാറിന്റെ നമ്പർ കിട്ടാൻ അത് നമ്മളൊരു ഒരു കാര്യം പുള്ളിയോട് ഡയറക്റ്റ് പേഴ്സണൽ ആയിട്ടൊരു കാര്യം സംസാരിക്കാനായിരുന്നു. അതായത് അവിടെ വർക്ക് ചെയ്യുന്ന നിങ്ങളുടെ സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുന്ന ഒരു കൈസ് എന്ന് പറയുന്ന ഒരു പുള്ളി യൂട്യൂബിലൂടെ റിയാക്ഷൻ വീഡിയോസ് ഒക്കെ ചെയ്ത് കുറെ അധികം സ്ത്രീകളെ ഇങ്ങനെ നിരന്തരമായിട്ട് ഉപദ്രവിക്കുന്നുണ്ട്. അപ്പൊ അതെനിക്ക് ആ പുള്ളി ഇത് ട്രിവാൻഡ്രത്തിൽ നിന്നാണ്. ട്രിവാൻഡ്രത്ത് നിന്നും കോഴിക്കോടുള്ള കൈസ് ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൽ വിളിച്ചിട്ട് നിങ്ങളുടെ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന കൈസ് എന്ന് പറയുന്ന വ്യക്തി ഒരുപാട് സ്ത്രീകളുടെ ജീവിതം തുലയ്ക്കുന്നു എന്നുള്ളൊരു പോയിന്റാണ് മൂപ്പൻ അവിടെ വിളിച്ച് പറയുന്നത്. എന്റെ പൊന്നു ചേട്ടാ, നിങ്ങളടുത്ത് കുറച്ചൊക്കെ ഒരു റെസ്പെക്ട് ഉണ്ടായിരുന്നു. ഈ നിമിഷം അത് വീണുടയുകയാണ്. നിങ്ങൾ തമ്മിൽ അടിച്ചോ, എന്ത് വേണോ, ചെളിവാരി അടിച്ചോ, വേണോ ചീത്ത വിളിച്ചോ, പിടിച്ചിടിച്ചോ, എന്തും ചെയ്യാം. പക്ഷെ ഒരു വ്യക്തി ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൽ വിളിച്ചിട്ട് ഇങ്ങനത്തെ ഒരു പരിപാടി കാണിക്കുമ്പോൾ അത് നാറിയ പരിപാടി എന്നേ ഞാൻ പറയത്തുള്ളൂ. വളരെ മോശം പരിപാടിയാണ് നിങ്ങൾ കാണിച്ചിട്ടുള്ളത്. ഇത്രയും ദിവസം ഇതൊരു എന്റർടൈൻമെന്റ് ആയിട്ട് ഞാൻ ഇരുന്ന് കണ്ട് ഈ ഒരു വിളി നിങ്ങൾ അവിടെ എന്ന് വിളിച്ച് അന്നത്തോടെ ആ ഒരു റെസ്പെക്ട് എനിക്ക് വീണു ഉടയുകയാണ്. ഇത് വളരെ മോശമാണ്, വളരെ അധികം മോശമാണ്. ഇനി ബാക്കിയും കൂടി കേട്ടു നോക്കാം. ഹലോ ഹലോ സാറിന്റെ പേഴ്സണൽ നമ്പർ അങ്ങനെ കൊടുക്കാറില്ല പുറത്ത്. നാട്ടിലില്ലെന്നാ പറഞ്ഞത്. അപ്പൊ പിന്നെ എനിക്ക് അങ്ങോട്ട് വരേണ്ടി വരും കേട്ടോ, ഓഫീസിലേക്ക്, നിങ്ങളുടെ സ്ഥാപനത്തിലേക്ക് വന്ന് സംസാരിക്കേണ്ടി വരും. കാരണം ഇത് വളരെ മോശമാണ്. ഇതിനെ വിളിക്കുന്നത് ശരിയല്ലെന്ന് അറിയാം. പക്ഷെ ഇത് എന്താണ് ഒരു പരിധി വിട്ടുകൊണ്ട് മാത്രമാണ് ഇങ്ങനെ വിളിച്ച് സംസാരിക്കുന്നത്. ഞാൻ ഒന്ന് ചോദിച്ചിട്ട് വിളിച്ചാൽ മതിയോ? സാറിനോട് ചോദിച്ചിട്ട് വിളിച്ചാൽ മതി. അല്ല മൂപ്പൻ ചേട്ടാ, ഞാൻ ഒരു കാര്യം ചോദിക്കട്ടാ.
നിങ്ങൾ പറയുന്നുണ്ടല്ലോ ഒരു പരിധി വിട്ടത് കൊണ്ടാണ് ഞാൻ അവിടെ വിളിച്ച് സംസാരിക്കുന്നതെന്ന്. അങ്ങനെ പരിധി വിട്ടെങ്കിൽ നിങ്ങൾക്ക് പോലീസിൽ പോയി കേസ് കൊടുക്കാം, പോലീസുകാരെ വിളിച്ച് സംസാരിക്കാം, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യാം, അല്ലെങ്കിൽ കൈസുമായിട്ട് വിളിച്ച് സംസാരിക്കാം, എന്തും ചെയ്യാം. പകരം അവൻ ജോലി ചെയ്യുന്ന ഒരു സ്ഥാപനത്തിൽ വിളിച്ചിട്ടാണോ ഇങ്ങനത്തെ വർത്തമാനം പറയേണ്ടത്? എന്ത് അടിസ്ഥാനത്തിലാണ് നിങ്ങൾ ഇങ്ങനെ പറയുന്നത്? നാളെ ഞാനൊരു സ്ഥാപനത്തിൽ ജോലി ചെയ്യുമ്പോൾ എന്നോടുള്ള ചുരുക്ക് തീർക്കാൻ വേണ്ടിയിട്ട് ആ സ്ഥാപനത്തിൽ എവനെങ്കിലോ അല്ലെങ്കിൽ എവിടെയെങ്കിലും വിളിച്ച് സംസാരിച്ചു കഴിഞ്ഞാൽ എനിക്ക് എങ്ങനെ പൊരിഞ്ഞു കയറുമെന്നറിയാവോ? എങ്ങനെ പൊരിഞ്ഞു കയറും? നിങ്ങൾ ജോലി ചെയ്യുന്ന സ്ഥലത്ത് നിങ്ങളെ കുറിച്ച് കുറ്റം പറയാൻ ഞാനോ അല്ലെങ്കിൽ ഈ പറയുന്ന കൈസോ ഡാനി സത്യനോ മറ്റാരെങ്കിലും വിളിച്ച് ഇതുപോലെ സംസാരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പൊള്ളുവോ? നിങ്ങളടുത്ത് എന്തെങ്കിലും കലിപ്പുണ്ടെങ്കിൽ നിങ്ങളുമായിട്ട് പറഞ്ഞു തീർക്കണം, അല്ലെങ്കിൽ അടിച്ചു തീർക്കണം. അല്ലാണ്ട് ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൽ വിളിച്ചിട്ട് മോശമായിട്ട് പറയുന്ന ഒരുമാതിരി നാറിയ പരിപാടി എന്നേ ഞാൻ പറയത്തുള്ളൂ. ഈ കടവരാന്തയിൽ ഇരുന്നും കൊണ്ട് കല്യാണ ആലോചന വരുന്ന സമയത്ത് ഈ ചില അമ്മാവന്മാർ ഇരുന്നിട്ട് കുറ്റം പറയും, അവൻ കഞ്ചാവാണ്, അവൻ കള്ളുടിയനാണ്, മറ്റാണ് മറിച്ചാണ്, പെണ്ണുടിയനാണെന്നൊക്കെ ഉള്ള രീതിയിൽ. അതുപോലത്തെ ഒരു പരിപാടിയാണ് ഇവിടെ മൂപ്പൻ ചേട്ടാ നിങ്ങളും കാണിച്ചിട്ടുള്ളത്. ഉള്ള കാര്യം പറയാമല്ലോ, തുറന്നടിച്ച് പറയാം, 1% പോലും യോജിപ്പില്ല, ഭയങ്കര വിയോജിപ്പാണ്. ഇനി ഇത്രയും നന്മമരമായ ചേട്ടൻ ഒരു കാര്യം അങ്ങോട്ട് മനസ്സിലാക്കുന്നത് വളരെ നല്ലതായിരിക്കും. നിങ്ങൾ ഒരു വ്യക്തി ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൽ അയാളെ കുറിച്ച് കുറ്റം പറയാനായിട്ട് അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പറയാനായിട്ട് വിളിക്കുന്ന സമയത്ത് നിങ്ങളൊന്ന് ആലോചിക്കുക, നിങ്ങളും ഇതേ ഒരു സിറ്റുവേഷനിലൂടെ കടന്നു പോയിട്ടുണ്ടെന്ന്. നിങ്ങളുടെ ജോലി പോവാൻ സാധ്യത ഉള്ളത് കൊണ്ട് നിങ്ങൾ ഒരു വീഡിയോ റിമൂവ് ചെയ്ത് കൊടുത്തിട്ടുള്ള ചരിത്രമടക്കം ഇവിടെ എക്സ്പോസ് ആവുകയാണ്. ഇറ്റ്സ് മീ അഞ്ജലി എന്ന് പറയുന്ന ഒരു യൂട്യൂബ് ചാനലുണ്ട്. ആ ചാനലിൽ ഒരു ലേഡിക്ക് ഒരു മോശം അനുഭവം ഉണ്ടായിട്ടുണ്ടായിരുന്നു സ്വന്തം ഭർത്താവിന്റെ അടുത്ത് നിന്നും. ആ അനുഭവവുമായി ബന്ധപ്പെട്ട് ഞാനും നിങ്ങളും കൈസും ഒക്കെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഓർമ്മ കാണും, ഓർമ്മ കാണാതിരിക്കാൻ ചാൻസ് ഇല്ല, മറക്കൂല, അങ്ങനെ പെട്ടെന്ന് മറക്കത്തുമില്ല. കാരണം 2 ദിവസം മുന്നേ ആ കുട്ടിയെ കോണ്ടാക്ട് ചെയ്തു എന്നുള്ളൊരു കാര്യം കൂടി ആ കുട്ടി പറയുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾ മറക്കാനുള്ള ഒരു പോസിബിലിറ്റി ഇല്ല. ആ കുട്ടിയെ സപ്പോർട്ട് ചെയ്ത് നിങ്ങളൊരു വീഡിയോ ചെയ്തിട്ട് ആ കുട്ടിയുടെ ഭർത്താവ് എങ്ങാണ്ട് കോണ്ടാക്ട് ചെയ്ത് നിങ്ങളടുത്ത് വേറെ കുറെ കാര്യങ്ങൾ പറഞ്ഞ സമയത്ത് ആ വീഡിയോ റിമൂവ് ചെയ്തിട്ട് അറിയാത്ത പിള്ള ചൊറിയുമ്പോൾ അറിയുമെന്ന് പറയുന്ന പോലെ ഒളിച്ചിരുന്ന ഒരു ചരിത്രവും കൂടി കുത്തിപ്പൊങ്ങി വരുന്നുണ്ട്. ആ കുട്ടിയുടെ ചാനലിലുള്ള കുറച്ച് വീഡിയോസ് ഞാൻ ഒന്ന് കൊടുക്കാം. ദ്രോഹിച്ചു മതിയായില്ല, പറഞ്ഞതെല്ലാം സത്യം മാത്രം, താങ്ക് യു സോ മച്ച്, റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നവരെ ഇത്രയൊക്കെ ചെയ്യാൻ മാത്രം ഞാൻ എന്തു ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ട് ആ ലേഡി തന്റെ ജീവിതത്തിലെ കുറെ ദുരന്ത അനുഭവങ്ങൾ ഇങ്ങനെ ഷെയർ ചെയ്ത് നിരത്തിയിട്ടുണ്ടായിരുന്നു. അതില് അവരെ സപ്പോർട്ട് ചെയ്താണ് ഞാനും നിങ്ങളും അടങ്ങുന്ന ഓരോരുത്തരും വീഡിയോ ചെയ്തത്. എന്നിട്ട് നിങ്ങൾ ഒരു നിമിഷം കൊണ്ട് വീഡിയോ മുക്കി. നിങ്ങൾ വീഡിയോ മുക്കിയതിനെ തുടർന്ന് ആ കുട്ടി ഒരുപാട് അനുഭവിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് നിങ്ങൾ വീഡിയോ മുക്കിയ സമയത്ത് തന്നെ അവർ ഫേസ് ചെയ്യേണ്ടി വന്നിട്ടുള്ള ചോദ്യം ഇതാണ്, എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓ മറ്റേ ചേട്ടൻ വീഡിയോ മുക്കിയില്ല, അപ്പൊ നീ പറഞ്ഞതല്ല കള്ളമോ എന്നുള്ള രീതിയിലുള്ള ചോദ്യം വരെ ആ കുട്ടി ഫേസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. ഇതിന് നിങ്ങൾക്ക് ഉത്തരം പറയാൻ പറ്റുമോ? അതിന് ന്യായീകരണമായിട്ട് നിങ്ങൾ ആ കുട്ടിക്ക് കൊടുത്തിട്ടുള്ള മറുപടി എന്റെ ജോലിയെ ബാധിക്കും, അതുകൊണ്ടാണ് ഞാൻ ആ വീഡിയോ റിമൂവ് ചെയ്തതെന്നുള്ള ഒരു കാര്യം. എന്തായാലും ആ കുട്ടി തന്നെ ദേവില് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. ദേവിന്റെ അടുത്താണ് പറഞ്ഞിട്ടുള്ളത്, നമുക്കൊന്ന് കേട്ടു നോക്കാം. എനിക്ക് ഒരു ഫ്രണ്ട് ഇങ്ങനെ റിയാക്ഷൻ വീഡിയോ ഷെയർ ചെയ്ത് തന്നായിരുന്നു മൂപ്പൻസിന്റെ. അപ്പൊ അങ്ങനെയാണ് ഞാൻ എൻ്റെ വീഡിയോ റിയാക്ഷൻ വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ടെന്നുള്ളത് കണ്ടത്. അപ്പൊ ഞാൻ അങ്ങനെ മൂപ്പൻസിന് മെസ്സേജ് ഇട്ടുണ്ടായിരുന്നു, സംസാരിച്ചു. അപ്പൊ അതിനുശേഷം പിന്നെ ഞാൻ നോക്കിയപ്പോൾ പിറ്റേ ദിവസം നോക്കിയപ്പോൾ ആ വീഡിയോ ചാനലിൽ കണ്ടില്ല. അപ്പൊ ഞാൻ അങ്ങനെ മൂപ്പന് മെസ്സേജ് അയച്ചിട്ട് ചോദിച്ചു, ചേട്ടൻ ഇങ്ങനെ കണ്ടില്ലല്ലോ, അപ്പോൾ എന്ത് പറ്റിയെന്ന് ചോദിച്ചപ്പോഴാണ് ആ ചേട്ടൻ പറഞ്ഞത് ഞാൻ അങ്ങനെ വിളിക്കാനായിട്ട് ഇരിക്കുകയായിരുന്നു എന്ന് പറഞ്ഞത്. എന്നിട്ട് പറഞ്ഞു ഇങ്ങനെ അവൻ വിളിച്ചിട്ടുണ്ടായിരുന്നു, നിങ്ങളുടെ ഇഷ്യൂവിനെ പറ്റിയിട്ടൊക്കെ പറഞ്ഞു, കേസായിട്ട് പോവും, ചാനലിനൊക്കെ എന്തെങ്കിലും പറ്റും എന്നുള്ള രീതിക്ക് സംസാരിച്ചു. അപ്പോൾ സംസാരിച്ചപ്പോൾ ആള് പറഞ്ഞത്, ഞാൻ യൂട്യൂബ് കൊണ്ടല്ല മെയിനായിട്ട് ജീവിക്കുന്നത്, എനിക്ക് ഒരു ജോലിയുണ്ട്, അപ്പോൾ ആ ജോലീനെ എഫക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്കത് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും, അപ്പം അതുകൊണ്ടാണ് ഇത് റിമൂവ് ചെയ്തതെന്നാണ് ആദ്യം പറഞ്ഞു. കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കും എല്ലാരും. സ്വന്തം ജോലി എഫക്ട് ചെയ്യുമെന്ന് പറഞ്ഞപ്പോൾ വീഡിയോ റിമൂവ് ചെയ്തു കൊടുത്തു അല്ലെ? അതേ വ്യക്തി തന്നെ പേടിച്ചു തൂറിയാണ് കൈസെന്ന് പറഞ്ഞ് പരത്തുകയാണ് ചെയ്തിട്ടുള്ളത്. നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കുക, DJ സിബിൻ കൈസിനെ വിളിച്ചിട്ട് കൈസിന്റെ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൽ പോലീസുകാരെ വിടുമെന്ന് പറയുകയും അതേ തുടർന്ന് കൈസിന്റെ ജോലിയും ജോലി ചെയ്യുന്ന സ്ഥാപനത്തിനെ ബാധിക്കുമെന്ന് തിരിച്ചറിഞ്ഞ് കൈസ് വീഡിയോ റിമൂവ് ചെയ്ത്. മൂപ്പൻ എന്താ ചെയ്തത്? തന്റെ ജോലിയെ ബാധിക്കുമെന്ന് പറഞ്ഞപ്പോൾ താനും വീഡിയോ റിമൂവ് ചെയ്തു. അപ്പൊ ഇവര് തമ്മിൽ എന്താണ്? രണ്ടുപേരും പേടിച്ചു തൂറി എന്ന് പറയേണ്ടി വരുമല്ലോ. സ്വന്തം ജോലിയെ ബാധിക്കുമെന്ന് പറഞ്ഞപ്പോൾ മൂപ്പൻ റിമൂവ് ചെയ്തു. അത് തന്നെയാണ് കൈസും ചെയ്തിട്ടുള്ളത്. അവിടെ എവിടെ കൈസ് അപ്പൊ തെറ്റുകാരനാവുന്നു, പേടിച്ചു തൂറിയാവുന്നു? സ്വന്തം ജോലി ചെയ്യുന്ന സ്ഥാപനത്തെയും തന്റെ ജോലിയെ ബാധിക്കുമെന്ന് തിരിച്ചറിഞ്ഞ കൈസ് വീഡിയോ റിമൂവ് ചെയ്തു. മൂപ്പനും അത് തന്നെ ചെയ്തിട്ടുള്ളത്. എന്നിട്ട് എന്തിനാ മൂപ്പൻ ചേട്ടാ നിങ്ങൾ ഇങ്ങനെ ഒരു നാടകം, പൊറാട്ട് നാടകം ഇറക്കുന്നത്? എന്തായാലും ഇതൊക്കെ ഓരോന്ന് കുത്തിപ്പൊങ്ങി വരുമ്പോ എല്ലാം തെളിയും. അപ്പം നമ്മളെ നന്മമരം കളികളും അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ ഇതുപോലെ ജനങ്ങൾ അറിയും. ഇതൊക്കെ വളരെ മോശമാണ് ചേട്ടാ, കേട്ടാ. എനിക്ക് നിങ്ങളടുത്ത് വ്യക്തിപരമായിട്ട് ഒരു ദേഷ്യമോ ഒന്നുമില്ല. ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നും ഞാൻ എന്തോ ദേഷ്യം വെച്ച് അടിക്കുന്നതെന്ന്. എനിക്ക് നിങ്ങളടുത്ത് ദേഷ്യം വേണ്ട ഒരു വിഷയമില്ല. പക്ഷെ
ഈ ഒരു വിഷയം വന്നപ്പോൾ നിങ്ങൾ കൈസ് ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൽ വിളിച്ചെന്ന് അറിഞ്ഞപ്പോൾ തന്നെ എനിക്ക് നിങ്ങളുടെ അടുത്ത് പുച്ഛമാണ് സത്യം പറഞ്ഞാൽ തോന്നിയത്. ഒരു റെസ്പെക്ട് ഉണ്ടായിരുന്നു, അത് ആ സമയം തന്നെ എനിക്ക് വീണുടഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി എനിക്ക് എന്തോ പോലെയാണ് സത്യം. നമ്മളൊക്കെ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ റിയാക്ഷൻ ചെയ്യാറുണ്ട്, ഞാൻ ഒരുപാട് പേരെ എടുത്തിട്ട് അലക്കാറുണ്ട്. പക്ഷെ ഒരാളുടെ വ്യക്തിപരമായ ജീവിതത്തിന്റെ അകത്ത് ഇടിച്ചു കയറി ഞാൻ കളിക്കാറില്ല. സോഷ്യൽ മീഡിയയിൽ വരുന്ന കാര്യങ്ങളൊക്കെ എടുത്തിട്ട് അലക്കാറുണ്ട്, കളിയാക്കലുണ്ട്, പുച്ഛിക്കാറുണ്ട്. അല്ലാണ്ട് ആരുടെയും ജീവിതത്തിന്റെ അകത്ത് കയറിയിട്ട് അല്ലെങ്കിൽ അവർ ജോലി ചെയ്യുന്ന സ്ഥാപനങ്ങളിലോ മറ്റ് സ്ഥലങ്ങളിലോ വരുമാന മാർഗങ്ങളെ നശിപ്പിക്കുന്ന രീതിയിൽ ഇടിച്ചേറി കളിക്കാറില്ല. അതുകൊണ്ട് എന്റെ പൊന്നു ചേട്ടാ, ഈ കാണിച്ചിട്ടുള്ളത് പോക്കൃത്തനം തന്നെയാണ്. സ്വന്തം കാര്യത്തിൽ വന്നപ്പോൾ സ്വന്തം ജോലി നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ട് വീഡിയോ റിമൂവ് ചെയ്ത് കൊടുത്തല്ലോ, സൂപ്പർ. അപ്പൊ അത് കഴിഞ്ഞിട്ട് പിന്നെ ആ ചേട്ടൻ പറഞ്ഞു, ഇപ്പൊ വേറെ ഞാൻ മാത്രമല്ല ഇപ്പൊ റിയാക്ഷൻ വീഡിയോ ചെയ്തിട്ടുള്ളൂ, അപ്പൊ വേറെ ആരെങ്കിലും ചെയ്യാന്നുണ്ടെങ്കിൽ ഞാനത് പബ്ലിക് ആക്കും എന്നൊക്കെ പറഞ്ഞു. അപ്പൊ അത് കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞു ഇങ്ങനെ കൈസും അതിൽ അങ്ങനെ കുറച്ച് ചാനൽസ് ഒക്കെ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ ആള് ആന്നൊക്കെ പറഞ്ഞു. പക്ഷെ അതിനുശേഷം വീഡിയോ പബ്ലിക് ആക്കിയില്ല. അതായത് താൻ പ്രൈവറ്റ് ആക്കി വെച്ചിരുന്നു, വേറെ ആരെങ്കിലും കൂടിയൊക്കെ ഈ വള്ളിയിൽ ഏറ്റ് പിടിക്കുകയാണെങ്കിൽ ഞാനും പബ്ലിക് ആക്കാന്നുള്ളൊരു മൈൻഡ്. കൊള്ളാം. സ്വയമേ സേഫ് ആവുക, ബാക്കിയുള്ളവന്മാരും കൂടിയൊക്കെ പെട്ടെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ഇടയിൽ കയറി ഇടപെടാം. കൊള്ളാം, നല്ല തീരുമാനമാണ്, നല്ല മികച്ച തീരുമാനം, എനിക്കൊന്നും പറയാനില്ല. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ മൂപ്പൻസിന്റെ വീഡിയോ വന്ന സമയത്ത് ഞാൻ ഫസ്റ്റ് വിചാരിച്ചത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആളില് കുറെ സബ്സ്ക്രൈബേഴ്സ് ഒക്കെ ഉണ്ടല്ലോ, അപ്പോൾ ഏതെങ്കിലും ഒരു വനിതാ കമ്മീഷൻ ആരെങ്കിലും ഒക്കെ കണ്ടിട്ട് എന്നെ കോണ്ടാക്ട് ചെയ്ത് അവരായിട്ട് കേസ് എടുക്കുന്നുള്ള രീതിക്കാണ് ഫസ്റ്റ് ഞാൻ പ്രതീക്ഷിച്ചത്. പക്ഷെ ആളത് മാറ്റിക്കളഞ്ഞപ്പോൾ ഞാൻ ഭയങ്കര വിഷമമായി പോയി എനിക്ക്. കാരണം എന്തെങ്കിലും ഒരു വഴി ഉണ്ടായിരുന്നത് കടഞ്ഞു പോയില്ലോ എന്നൊരു വിഷമമായിരുന്നു. പിന്നെ ഞാൻ സംസാരിച്ചപ്പോഴും ആള് തന്നെയാണ് റിപ്പീറ്റ് അടിച്ച് പറഞ്ഞത്, എൻ്റെ ജോലിനെ എഫക്റ്റ് ചെയ്യും, ജോലി പോയി കഴിഞ്ഞാൽ ശരിയാവില്ല, ഞാൻ മെയിനായിട്ട് ജോലിയാണ് ഫോക്കസ് ചെയ്യണമെന്നൊരു കാര്യമാണ് പറഞ്ഞത്. ഈ പറയണ ആരും, ഇപ്പൊ കൈസ ആണെങ്കിലും അതുലാണെങ്കിലും ഇപ്പൊ മൂപ്പൻസ് ആണെങ്കിലും ആരും എന്നോട് ചോദിച്ചിട്ടല്ല, അല്ലെങ്കിൽ എൻ്റെ എനിക്ക് മെസ്സേജ് ഇട്ടിട്ടോ കാര്യങ്ങളൊന്നും ചെയ്തിട്ടല്ല അവർ റിയാക്ഷൻ വീഡിയോ ചെയ്തത്. അവരവരുടെ ഇഷ്ടത്തിന് എൻ്റെ വീഡിയോ ജെന്യുവൻ ആണെന്ന് തോന്നിയത് കൊണ്ടാണ് അവർ ചെയ്തത്. പക്ഷെ അത് ഡിലീറ്റ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ പ്രൈവറ്റ് ആക്കുന്ന സമയത്ത് ഇത്രയും പേര് കണ്ടിട്ടുണ്ടല്ലോ, അപ്പോ എന്താ പറയാ, അവനതൊരു കോൺഫിഡൻസ് ആയിപ്പോയി. നിന്റെ വീഡിയോ കണ്ടില്ലേ, ഇന്നാളെ ഡിലീറ്റ് ചെയ്തു, ഇത്രയും സബ്സ്ക്രൈബേഴ്സ് ഉള്ള ആൾക്കാർ ഡിലീറ്റ് ചെയ്തു, നിനക്ക് എന്ത് വിലയുണ്ട്, നീ പറഞ്ഞതൊക്കെ നോണയാന്നപ്പോ ആൾക്കാർ വിശ്വസിക്കണില്ലേ എന്നൊരു ടോക്കും കൂടി വന്നപ്പോ എനിക്ക് ഭയങ്കര അത് ബുദ്ധിമുട്ടായി. ഇതാണ് ആ പെൺകുട്ടിക്ക് സംഭവിച്ചിട്ടുള്ളത്. അതായത് മൂപ്പൻ വലിയ വീഡിയോ ഒക്കെ ചെയ്ത് വലിയ വൈറലാക്കി വിട്ടുകൊടുത്ത്, പക്ഷെ മൂപ്പൻ ഒരു നിമിഷം ആ വീഡിയോ റിമൂവ് ചെയ്തപ്പോൾ ആ പെൺകുട്ടിയുടെ ജീവിതത്തെയാണ് ബാധിച്ചത്. കാരണം നീ പറഞ്ഞത് കള്ളമായത് കൊണ്ടായിരിക്കില്ല ആ വ്യക്തി ആ വീഡിയോ റിമൂവ് ചെയ്തെന്നുള്ള ക്വസ്റ്റ്യൻ ആ കുട്ടി ഫേസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. അവസ്ഥ മനസ്സിലാക്കുക. ഇപ്പൊ എങ്ങനെ ഇരിക്കുന്നു ഇതാണ്. എനിക്ക് കൂടുതലൊന്നും പറയാനില്ലടേ പൊന്നു മൂപ്പൻ ചേട്ടാ, ഇതൊക്കെ മോശമാണ്, വളരെ മോശമാണ്. നിങ്ങളുടെ കാര്യത്തിലോട്ട് വരുമ്പോ ആഹാ, ബാക്കിയുള്ളവരുടെ കാര്യത്തിൽ വരുമ്പോ ഓഹോ, ഈ സെറ്റപ്പ് കൊള്ളത്തില്ല, വളരെ മോശം. അങ്ങനെ ചെയ്യുമ്പോൾ അറ്റ്ലീസ്റ്റ് എന്താ റീസണെങ്കിലും വന്ന് പറയണ്ടേ, അതൊന്നും ചെയ്യാണ്ട് ഇപ്പോൾ എന്നോട് പേഴ്സണലായി പറഞ്ഞിട്ട് ജോലിനെ എഫക്റ്റ് ചെയ്യുന്നു പറഞ്ഞിട്ട് ആളത് റിമൂവ് ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ അവിടെ ഒന്നല്ലാണ്ടായി പോയില്ലേ. സത്യം, ഞാൻ ഈ കുട്ടിയുമായിട്ട് കോണ്ടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ചെയ്ത സമയത്ത് ആ കുട്ടി ഈ വീഡിയോ പറ്റിയൊക്കെ ഡീറ്റെയിൽ ആയിട്ട് കുറച്ചൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി തന്നിട്ടുണ്ടായിരുന്നു. അത്രയും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് എനിക്കറിയാമെന്നുള്ളതും അതുപോലെ ആ വീഡിയോയിൽ ഉണ്ടായിരുന്ന കാര്യങ്ങളൊക്കെ വെച്ചിട്ട് തന്നെയാണ് ഞാനും ഒന്ന് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നത്. എന്തായാലും ഞാൻ ഇപ്പോഴും ഉറച്ചിരിക്കുന്നു, യാവം വന്ന് എൻ്റെ അടുത്ത് റിമൂവ് ചെയ്യാൻ പറഞ്ഞാലും ഞാൻ റിമൂവ് ചെയ്യില്ല. എൻ്റെ അടുത്ത് റിമൂവ് ചെയ്യാൻ പറയണമെങ്കിൽ ഒന്നുകിൽ പോലീസുകാർ പറയണം, അല്ലെങ്കിൽ കോടതി പറയണം, അല്ലെങ്കിൽ ഈ പെൺകുട്ടി പറയണം. അല്ലാണ്ട് വേറെ യാവം എന്ന് പറഞ്ഞാൽ യാവളം എന്ന് പറഞ്ഞാൽ ഞാൻ വീഡിയോ റിമൂവ് ചെയ്യില്ല. അത് ഈ വീഡിയോ എന്നല്ല, ഏത് വീഡിയോ അതിന് ഞാൻ തീരുമാനിക്കണം ഏത് റിമൂവ് ചെയ്യണം, ഏത് റിമൂവ് ചെയ്യേണ്ടെന്ന്. അല്ലാണ്ട് വല്ലവന്റെ ഭീഷണിക്കും വഴങ്ങി റിമൂവ് ചെയ്യുന്ന ചരിത്രമില്ല. ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൽ വന്ന് ഭീഷണിപ്പെടുത്താൻ എനിക്ക് ഉള്ള സ്ഥാപനം എൻ്റെ അച്ഛൻ തന്നെയാണ് അവിടുത്തെ ഓണർ, ഞാൻ തന്നെയാണ് അവിടുത്തെ സ്റ്റാഫ്. അതുകൊണ്ട് ഇനി അവിടെ വന്ന് ഭീഷണിപ്പെടുത്തി എന്നെ പിരിച്ചു വിടാനും പോകുന്നില്ല, ആ സ്ഥാപനത്തിന് നാട്ടുപേര് വരാനും പോകുന്നില്ല. അതുകൊണ്ട് അതെനിക്കൊരു ബാധകമേ അല്ല. അപ്പൊ നമുക്ക് വിഷയങ്ങളൊക്കെ മനസ്സിലായി കാണുമല്ലോ എല്ലാവർക്കും. എന്നെയോ എന്റെ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിനെയോ ഒന്ന് ഭീഷണിപ്പെടുത്താൻ തയ്യാറായിരിക്കുന്നവർ ശ്രദ്ധിച്ചേക്കും. എനിക്ക് നാണം കെടാൻ, ഞാൻ വർക്ക് ചെയ്യുന്ന സ്ഥാപനം എന്റെ അച്ഛന്റെ സ്ഥാപനമാണ്, അതുകൊണ്ട് എനിക്ക് നാണക്കേടൊന്നുമില്ല. നിങ്ങൾ ധൈര്യമായിട്ടൊന്ന് ഭീഷണിപ്പെടുത്തിക്കോ, അല്ലെങ്കിൽ സ്ഥാപനത്തിലേക്ക് വിളിച്ചോ, എനിക്കൊരു കോക്കനട്ടും ഇല്ല. ഇനി കൈസും മൂപ്പനും കൂടി സംസാരിച്ച ഒരു സംഭാഷണം ഉണ്ട്, അതിന്റെ കുറച്ച് ഭാഗം ഒന്ന് കേട്ടു നോക്കാം. ആ മൂപ്പ കേസാടാ, പറടാ, എന്താടാ പ്രശ്നം? എന്ത് പ്രശ്നം? നീ എന്റെ ഓഫീസിലേക്ക് വിളിച്ചെന്ന് വെച്ച് എന്താണ്? റെക്കോർഡർ ഓൺ ആക്കിയില്ല. ഓക്കെ ഫൈൻ. എന്തിനാടാ നീ എന്റെ ഹോസ്പിറ്റലിലേക്ക് വിളിച്ചത്?
നീ എന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് വിളിച്ചത്? അല്ല, നീ എന്റെ ഹോസ്പിറ്റലിലേക്ക് വിളിക്കുമ്പോൾ ഞാൻ തിരിച്ച് അങ്ങോട്ട് വിളിക്കണ്ടേ? അതല്ലേ മാന്യത? നീ എന്നോട് സംസാരിക്കും. മുട്ടയെ നശിച്ചേ, നീ അതൊന്ന് പറ. ഇല്ലാത്ത നീ പേഴ്സണൽ നമ്പറിലേക്ക് വിളിക്ക്. എന്റെ പേഴ്സണൽ നമ്പർ പേഴ്സണൽ നമ്പർ നിനക്കില്ലേ? നീ എന്റെ ഓഫീസ് നമ്പറിലേക്കല്ലേ വിളിച്ചത്? എന്തുവാ മൂപ്പൻ ചേട്ടാ നിങ്ങൾ ഇങ്ങനെ എന്തുവായി പറയുന്നത്? എനിക്ക് മനസ്സിലാവുന്നില്ല. പേഴ്സണൽ നമ്പറിലേക്ക് വിളിക്കും, നീ എന്റെ പേഴ്സണൽ നമ്പറിലേക്ക് വിളിക്കുന്നത്. നിങ്ങൾ അങ്ങേര് ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൽ വിളിച്ച്, അവൻ തിരിച്ച് അവിടത്തെ നമ്പർ എടുത്ത് വെച്ച് നിങ്ങളെ വിളിച്ച്. നിങ്ങൾക്ക് ആവശ്യം അവനെ ഇല്ലേ? അവനോട് സംസാരിക്കും. ആ സ്ഥാപനത്തിൽ എന്തിനാണ് വിളിക്കുന്നത്? എന്തിനാണ് ആ സ്ഥാപനത്തിൽ വിളിച്ച് സംസാരിക്കുന്നത്? എന്തിനാണ്? അവനെ പറ്റിയിട്ട് ഇല്ലാത്ത കാര്യം പറഞ്ഞുണ്ടാക്കാനല്ലേ? നിങ്ങൾ പറഞ്ഞതും ഞങ്ങൾ കേട്ടതാണ് ജനങ്ങൾ. അവൻ ഒരുപാട് പെണ്ണുങ്ങളെ ജീവിതം നശിപ്പിച്ചെന്നുള്ള സ്റ്റേറ്റ്മെന്റ് ആണ് നിങ്ങൾ ആ സ്ഥാപനത്തിൽ വിളിച്ച് പറഞ്ഞിട്ടുള്ളത്. അവൻ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൽ അവിടെ അവനെ നാറ്റിക്കുക, അവന്റെ ജോലി തെറിപ്പിക്കുക എന്നതല്ലാതെ നിങ്ങൾക്ക് എന്ത് ഉദ്ദേശമാണ് ആ ഒരു കോള് കൊണ്ടുണ്ടായിരുന്നത്? എനിക്ക് ഇത്രേ ചോദിക്കാനുള്ളൂ. സീരിയസ്ലി എനിക്ക് ഇത്രേ ചോദിക്കാനുള്ളൂ. ഇതിനുശേഷം മൂപ്പൻ ചേട്ടൻ തന്നെ വന്നിരുന്ന ഒരു മെഴുകുന്നുണ്ട്. എനിക്കത് കണ്ടിട്ട് ചിരിയാണ് വന്നത്. ഞാൻ അവന്റെ ജോലി കളയാൻ വേണ്ടി ശ്രമിച്ചു. ഞാൻ പബ്ലിക്കായിട്ട് ഇപ്പൊ ലൈവാണല്ലോ, ലൈവിൽ പറയാണ്, എടാ കൈസ നീ തെളിയിക്കണം, നീ തെളിയിക്കണം. അതായത് നിന്റെ ജോലിയെ കുറിച്ച്, നിന്റെ ജോലി നിനക്ക് ജോലിക്ക് അഫക്റ്റഡ് ആക്കുന്ന രീതിയിൽ എന്തെങ്കിലും ഒരു കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൈസ് തെളിയിക്കണം. ഞാൻ ജോലി ചെയ്യുന്ന സ്ഥാപനത്തില് അവിടുത്തെ മാനേജർ അല്ലെങ്കിൽ മറ്റാരെങ്കിലും ഒക്കെ വിളിച്ചിട്ട് പറയുകയാണ്, എടേ നിന്റെ അവിടെ ജോലി ചെയ്യുന്നില്ല അതുല്, അവൻ ഒരുപാട് പെണ്ണുങ്ങളെ ജീവിതം നശിപ്പിച്ചിട്ടുണ്ടേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എന്തോന്നടേ? എന്റെ ജോലി തെറിപ്പിക്കല്ലാതെ പിന്നെ എന്നെ മറ്റേ പൂജിച്ചിട്ട് ഫ്രെയിം ചെയ്ത് വെച്ചിട്ട് മാലയിട്ടെന്ന് പ്രസ്താവന ആക്കി പിടിച്ചിരുത്താൻ വേണ്ടിയിട്ടാ? എനിക്ക് അറിയാൻ പാടില്ലാത്തോണ്ടിരിക്കുകയാണ്. എന്തുദ്ദേശാ പിന്നെ? ഇതിന്റെ അപ്പുറം വേറെ എന്തുദ്ദേശമാണ്? ഇനി ട്രിവാൻഡ്രത്തുള്ള നിങ്ങൾക്ക് വന്നിട്ട് കോഴിക്കോട് വന്നിട്ട് ഡയഗ്നോസിസ് സെന്ററിൽ കയറിയിട്ട് സ്കാനിങ് എടുത്തിട്ട് പോകാനാ? അല്ലല്ല. എന്തുവാ പിന്നെ ആ സ്ഥാപനത്തിൽ വിളിച്ചതിന്റെ അർത്ഥം? അതും ആ സ്ഥാപനത്തിൽ വിളിച്ചിട്ട് കൈസ് ഒരുപാട് പെണ്ണുങ്ങളുടെ ജീവിതം നശിപ്പിക്കുന്നു എന്ന് ആ സ്ഥാപനത്തിൽ വിളിച്ച് പറയുമ്പോൾ നിങ്ങളുടെ ഉദ്ദേശം എന്താണ്? എനിക്ക് അറിയാൻ പാടില്ല. അതുകൊണ്ട് ചോദിക്കുക, ഇതിന്റെ അപ്പുറം നിങ്ങൾക്ക് എന്താ ഉദ്ദേശം? കഷ്ടം. കൈസിന്റെ ഇരവാദം എനിക്ക് മനസ്സിലായി. കൈസ് പറയുന്നുണ്ട്, ഞാൻ അവിടെ നിങ്ങളെ ഈ എന്താണ് ഈ കോൾ വിളിച്ച കാര്യം, ആ കോളൊക്കെ പുറത്ത് വിട്ടിരുന്നല്ലോ. ഈ കോൾ ഞാൻ വിളിക്കുന്ന സമയത്ത് റെക്കോർഡിംഗ് ആണോ എന്ന് പുള്ളിക്കാരൻ ചോദിക്കുന്നുണ്ട്. ആ റെക്കോർഡിംഗിന് മുമ്പ് തന്നെ ഈ പുള്ളിക്കാരനെ വിളിച്ചത് ആളുടെ ഓഫീസിലേക്കാണ്. അവന്റെ ഓഫീസ് നമ്പറിലേക്ക് ഞാൻ വിളിച്ചു. സത്യമാണ് ഈ പറയുന്നത് പോലെ ഇനിയുള്ള ദിവസങ്ങളിൽ ഒരുപാട് പേര് അവന്റെ ഓഫീസിലേക്ക് വിളിക്കും. ഒരുപാട് പേര് അഫക്റ്റഡ് ആയിട്ടുണ്ട്. ഒരുപാട് പേര് എന്നെ നേരിട്ട് കണ്ടിട്ടുണ്ട്, അല്ലാതെയും കണ്ടിട്ടുണ്ട്. ഇദ്ദേഹത്തിന്റെ ഒരു മാനേജറുണ്ട്, ആ മാനേജറോട് ഞാൻ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ആ മാനേജറുടെ സംസാരം എന്താണ് സംസാരിച്ചെന്നുള്ള കാര്യം അറിയാതെയാണ് അളിയൻ വന്നിരുന്നത് ഇങ്ങനെ പറയുന്നത്. അവന്റെ ജോലിയുടെ കാര്യം സംസാരിച്ചിട്ടുകൂടിയില്ല. ആകെ പറഞ്ഞുള്ള കാര്യം ഒന്ന് പറയണം, നിങ്ങളുടെ സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുന്ന ഒരു സ്റ്റാഫാണ്, ഇതുപോലെ നിരന്തരമായിട്ട് പറയുന്നുണ്ട്. എന്നെ നിങ്ങൾക്ക് കുറച്ച് നാളുകൊണ്ട് ഇവൻ ടാർഗറ്റ് ചെയ്തിട്ടുണ്ട്. ഇവന്റെ ഒരു ഗ്രൂപ്പ് ടീമുണ്ട്. ഇതെല്ലാം നാളത്തെ വീഡിയോയിൽ ഇടുന്നുണ്ട്. അങ്ങനെ ആ ഒരു കാര്യം അത് വെച്ചിട്ട് ഇവൻ വേറെ രീതിയിലേക്ക് വഴിതിരിച്ചിട്ട് ഇവന്റെ ജോലി കളയാൻ വേണ്ടി ശ്രമിച്ചു. അല്ല, ഇവന് തെളിയിക്കാൻ പറ്റുമല്ലോ. അവന്റെ ആ സാറിനെ വിളിച്ചിട്ട് ആ സാർ പറയണം, ഞാൻ ഇവന്റെ ജോലി കളയാൻ വേണ്ടി ശ്രമിച്ചു എന്നുള്ള കാര്യം. എന്ത് കീരത്തിനാണ് ഇവന്റെ സ്ഥാപനത്തിലോട്ട് വിളിച്ചത്? എനിക്കത് മനസ്സിലാവണില്ല. കൈസ് ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൽ വിളിച്ചിട്ട് അവൻ കാരണം ഒരുപാട് പെണ്ണുങ്ങളുടെ ജീവിതം തൊലഞ്ഞെന്ന് പറഞ്ഞ് പറയുന്നുണ്ട്. അതെന്തിനാണ് പിന്നെ ആ സ്ഥാപനത്തിൽ വിളിച്ച് പറയുന്നത്? അവന്റെ അടുത്ത് പറഞ്ഞാൽ പോരായിരുന്ന? അവന്റെ ജോലി കളയാനല്ലാതെ പിന്നെ എന്ത് ഉദ്ദേശത്തിലാണ് എന്റെ പൊന്നു ചേട്ടൻ നിങ്ങൾ ആ സ്ഥാപനത്തിൽ വിളിച്ചത്? എനിക്ക് മനസ്സിലാവണില്ല. കിടന്ന് ഉരുളാതെ വീണ് ഇനി കിടന്ന് ഉരുണ്ടിട്ട് കാര്യമില്ല. കാര്യമായിട്ട് സംസാരിക്കും. പിന്നെ അല്ലാണ്ട് ഇത് എന്തുദ്ദേശം? ഇനി മാനേജറിന്റെ അടുത്ത് സംസാരിക്കണം, ഞാൻ മാനേജറിന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടെന്ന്. എന്തുവാ അയ്യേ? ഇവൻ നിരന്തരമായിട്ടിരുന്ന് പറയുന്നതും എത്ര പേരെ കൊല്ലാക്കൊല ചെയ്യുന്നതും അത് ആൾക്കാർക്കൊന്നും പൊള്ളത്തില്ലെന്നാണ് വിചാരിക്കുന്നത്. അവർക്കാർക്കും പൊള്ളത്തില്ലെന്നാണ് വിചാരിക്കുന്നത്. മുൻകാലങ്ങളിൽ ഞാൻ ഇതുപോലത്തെ ടൈപ്പ് വീഡിയോ ചെയ്തുകൊണ്ടിരുന്ന ആൾ തന്നെയാണ്. ആ തെറ്റാണെന്ന് അറിഞ്ഞ് ഞാൻ തിരുത്തി. മനസ്സിലാവുന്നുണ്ടോ? അതിനുശേഷം അവൻ തന്ന പേരാണ് എനിക്ക് തന്ന നന്മമരം. അണ്ണാന് കിട്ടിയിട്ടുള്ള നന്മമരം പേര് കാരണം നമ്മളെപ്പോലുള്ളവർക്ക് ചീത്തപ്പേരായിപ്പോ. സത്യം ഉള്ള കാര്യം പറയാം. മൂപ്പൻ ചേട്ടൻ സൂപ്പർ, ബാക്കിയുള്ളവന്മാരെല്ലാം അവരാധികളെന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്ന നാട്ടുകാരെ. പിന്നെ ഞാനതൊരു ക്രെഡിറ്റ് ആയിട്ടാണ് കാണുന്നത്. കാരണം സത്യത്തിനൊപ്പം നിന്നിട്ട് അവരാധനങ്ങളും കള്ളത്തനങ്ങളും ഒക്കെ കാണിക്കുന്നതിനെ വലിച്ചു കീറി ഒട്ടിക്കുമ്പം കിട്ടുന്ന ഒരു ക്രെഡിറ്റ് ഉണ്ട്. ഞാൻ അതിൽ അഭിമാനിക്കുന്നവനാണ്. അല്ലാണ്ട് കള്ളത്തനങ്ങളും ഉടായ്പകളും കണ്ടിട്ട് നന്മമരം കയറിയെന്ന് കളിച്ച് പറയുന്നതിനേക്കാളും നമ്മൾ വീഡിയോ ചെയ്യാതിരിക്കുന്നതായിരിക്കും ബെറ്റർ. ഉള്ള കാര്യം പറയാം. രീതിയിൽ നമ്മൾ സത്യത്തിനൊപ്പം ന്യായത്തിനൊപ്പം നിന്നിട്ട് വലിച്ചീറി ഒട്ടിച്ച് അതിൽ അന്തസ്സുണ്ട് കേട്ടാ. അല്ലാണ്ട് ഇങ്ങനെ കയറിയിരുന്ന് നമ്മൾ അങ്ങും തൊടാതെ സംസാരിക്കുമ്പോൾ എനിക്കും അത് യോജിപ്പുള്ള ഒരു കാര്യമില്ല. ഞാൻ പേഴ്സണലി ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യണമെന്ന് വിചാരിച്ച വ്യക്തിയല്ല, സീരിയസ്ലി പറയാം. പക്ഷേ താൻ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൽ കയറി നിങ്ങൾ എന്ന് വിളിച്ചു അന്നത്തോടെ നിങ്ങളോടുള്ള റെസ്പെക്ട് അവിടെ വീണുടഞ്ഞു. എനിക്ക് ഉള്ള കാര്യം പറയാം. അല്ലാതെ ഞാൻ ഇതൊരു കോമഡി ആയിട്ട് കണ്ട് ചിരിച്ചുകൊണ്ടിരുന്നതാണ്. സത്യം ഇപ്പോഴാണ് ആ ഒരു കാര്യത്തിലോട്ട് അടുത്തത്. ഞാൻ അവന്റെ വിളിച്ചത് എവിടെയാ? അവന്റെ ഓഫീസിൽ. അവൻ എന്നെ വിളിച്ചത് എവിടെന്നാ? ഇതെല്ലാം അവർ റെക്കോർഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു സ്ഥാപനത്തിൽ ഒരു ഇതുപോലത്തെ ഒരു നല്ലൊരു സ്ഥാപനത്തിൽ, ഒരു വലിയ സ്ഥാപനത്തിൽ, ഒരു ഡയഗ്നോസ്റ്റിക് സെന്ററിലേക്ക് ഒരു വ്യക്തി വിളിച്ചു കഴിഞ്ഞാൽ ആ വ്യക്തിയുടെ കോൾ റെക്കോർഡ് ചെയ്യാമോ? ആ കോൾ റെക്കോർഡ് ചെയ്യപ്പെട്ടത് മൊത്തം ആ സ്ഥാപനത്തിന്റെ നമ്പറിലേക്കാണ്. നിങ്ങൾ ഈ പറഞ്ഞ പ്രസ്തുത ഡയഗ്നോസ്റ്റിക് സെന്ററിന്റെ നമ്പർ ഞാൻ നിങ്ങൾക്ക് തന്നു കഴിഞ്ഞാൽ നിങ്ങൾ വിളിച്ചിരുന്നാലും അവർക്ക് റെക്കോർഡ് ചെയ്യാനുള്ള പെർമിഷൻ ഉണ്ടോ?
അത് പുറത്തുള്ള പെർമിഷൻ അവർക്കുണ്ടോ? ഞാൻ വിളിച്ചേക്കുന്നത് കൈസിന്റെ നമ്പറിലേക്കോ അവിടെ ഇരിക്കുന്ന മറ്റേ എന്താണ് റിസപ്ഷനിസ്റ്റിന്റെ നമ്പറിലേക്കോ അല്ല, ഞാൻ ആ ഓഫീസിലേക്കാണ് വിളിച്ചത്. ആ ഓഫീസിലേക്ക് വിളിച്ചിരുന്നു. അതെന്താ പ്രശ്നം? കൈസിന് ഭാഗത്തുണ്ടോ? കൈസിൽ വിമർശനത്തിന് അതീതനാണോ? നീ എന്നെ വിമർശിക്കാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ പറയുന്നുണ്ട്, ഞാൻ മിണ്ടാതിരുന്നതാണ്. ഓക്കെ അണ്ണൻ മിണ്ടായിരിക്കുന്നതായിരിക്കും ഇതിനേക്കാളും ബെറ്റർ. കാരണം അണ്ണ ഇപ്പൊ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു സ്ഥാപനത്തിൽ വിളിച്ചപ്പോൾ ആ സ്ഥാപനത്തിലുള്ള അവര് വോയിസ് റെക്കോർഡ് ചെയ്ത് പുറത്തു വിട്ടു, അതിനെന്ത് റൈറ്റ് ഇരിക്കണം, അങ്ങനെ ഇങ്ങനെയാണ് മങ്ങേണ്ട തൊലിയാണെന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. അതൊരു സ്കാനിങ് സെന്റർ ആണ്. ആ സ്ഥാപനത്തിൽ അണ്ണൻ വിളിച്ചിട്ട് സ്കാനിങ് എടുക്കുന്നതിനെ പറ്റിയിട്ടോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യങ്ങളെ പറ്റിയിട്ടോ അല്ല സംസാരിച്ചിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ ഞാൻ അങ്ങോട്ടൊരു ചോദ്യം ചോദിക്കും, ഒരു ഡയഗ്നോസിസ് സെന്ററിൽ വിളിച്ചിട്ട് വേറൊരു വ്യക്തിയെ പറ്റിയിട്ട് കുറ്റം പറയാനാണോ വിളിക്കേണ്ടത്? ആണോ? ചോദ്യം നമ്പർ 1. മൊത്തത്തിൽ അണ്ണ ഇടപെടലും തേയും. ഇതൊന്നും ന്യായീകരണമേ അല്ല. സത്യം പറഞ്ഞാൽ അണ്ണന്റെ ഓരോ വാക്കിനും അങ്ങോട്ട് പോയിന്റ് എടുത്ത് വെച്ച് തരാനുള്ള വകുപ്പുണ്ട്. വേണ്ട, ഇത് അണ്ണനായിട്ട് തന്നെ എന്തെങ്കിലുമൊക്കെ ചെയ്യും. അല്ലാണ്ട് ചുമ്മാ ഇനി കൂടുതൽ നാറാനേ ചാൻസ് ഉള്ളതായിട്ടാണ് ഞാൻ കണ്ട് മനസ്സിലാക്കിയിട്ടുള്ളത്. ഇതിലൊന്നും ഒരു ന്യായീകരണം എനിക്ക് ഓക്കെ ആയിട്ട് തോന്നുന്നില്ല. മെഴുകൽ പോലെയാണ് ഫീൽ ചെയ്തിട്ടുള്ളത്. എന്തിന് വെറുതെ ഇങ്ങനെ? അതുകൊണ്ട് മര്യാദയ്ക്ക് നടന്ന എല്ലാവർക്കും കൊള്ളാമെന്ന് എനിക്ക് പറയാനുള്ളൂ. അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചെളിവാരി അടിച്ചടിച്ച് ഇത് ഏത് നിലയ്ക്ക് എത്തുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പെരുവഴിയിലെത്തും. പ്രത്യേകിച്ച് മൂപ്പൻ ചേട്ടന്റെ ഭാഗത്ത് ഒരുപാട് മിസ്റ്റേക്ക് ഉണ്ട്. ഈ ചെയ്തിട്ടുള്ള എല്ലാം ഫെയർ ആയിട്ട് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് പറഞ്ഞതാണ്, എൻ്റെ പേഴ്സണൽ ഒപ്പീനിയനാണ്. കൈസ് കാട്ടപരാധിയോ അല്ലെങ്കിൽ ഒരു കൊലപാതകയോ പീഡനോ ഒന്നും അല്ല. അവന്റെ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൽ വിളിച്ചിട്ട് അവനെ നാട്ടിക്കാൻ, അവൻ സമൂഹത്തിൽ വരുന്ന കാര്യങ്ങൾ റിയാക്ട് ചെയ്യുന്ന ഒരു റിയാക്ഷൻ കോണ്ടന്റ് ക്രിയേറ്ററാണ്. ചേട്ടനും അത് തന്നെയാണ്. ചേട്ടൻ പിന്നെ കുറച്ചുകൂടി വലിയ സെറ്റപ്പായിട്ടൊക്കെ സംസാരിക്കുന്നുണ്ട്. പക്ഷെ ഞാനോ കൈസോ ഒന്നും അങ്ങനെ സംസാരിക്കുന്നില്ല. ഞാൻ വീണ്ടും അവരാതിരുന്നെങ്കിലും പറയാം, അവൻ അത്രയും ഇല്ലെന്ന് തന്നെ വേണമെങ്കിൽ പറയാം കേട്ടോ. ഞാനൊക്കെ ഒരെണ്ണം കിട്ടിക്കഴിഞ്ഞാൽ വലിച്ചു കയറി ഒട്ടിച്ച് പഞ്ചറാക്കി അങ്ങ് വിട്ട്, അതെൻ്റെ ഒരു രീതിയാണ്. എനിക്ക് അങ്ങനെ സംസാരിച്ചാലേ എനിക്ക് സമാധാനം കിട്ടത്തുള്ളൂ. ഞാൻ എൻ്റെ മനസ്സൊന്ന് നോക്കിയാൽ പോലെ. എന്തായാലും ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പെടുത്താൻ പുതിയ വീഡിയോ കാണാം.